പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവരെ പടച്ച തമ്പുരാന് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹ് അങ്ങനെയാണ് മുഅ്മിനീങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. മുഅ്മിനീങ്ങൾ ഒരേ കുടുംബം പോലെയാണ്. അവർക്ക് എന്തെങ്കിലും പ്രയാസം വരുന്ന സമയത്ത് ആ മുഅ്മിനീങ്ങൾ കൈകോർത്തുകൊണ്ട് അവരുടെ രക്തബന്ധം എന്ന രൂപത്തിൽ അവർ ഒന്നിച്ചുള്ള അവരുടെ രക്തബന്ധം ഈമാനികമായ രക്തബന്ധമാണ് എന്ന രൂപത്തിൽ അവർ സഹോദരന്മാരെ പോലെ പരസ്പരം സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യും. വിശ്വാസികൾ തമ്മിലുള്ള ഒരു സഹോദരത്വമാണ് ഈമാനിൻ്റെ ഫലമായിട്ട് രൂപപ്പെടുന്നത്. വിശ്വാസികൾ തമ്മിലൊക്കെ സഹോദരന്മാരാണ്. ഈ ഇഖ്വത്തുൻ എന്ന് പറയുമ്പോൾ സഹോദരന്മാരാകുമ്പോൾ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ സ്വന്തം സഹോദരനെ ആരെങ്കിലും ശകാരിച്ചാൽ, ചീത്ത വിളിച്ചാൽ അതിന് ചോദിക്കാനും അല്ലെങ്കിൽ അതിന് മറുപടി പറയാനൊക്കെ നമുക്കൊരു വൈകാരികമായ ഒരു പ്രത്യേക ഒരു ടെൻഡൻസി ഉണ്ടാകും. എന്നതുപോലെ തന്നെ ഒരു മുഅ്മിനായ മനുഷ്യന് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ അവൻ്റെ കൂടെ നിന്നുകൊണ്ട് അവന് വേണ്ട സകലമായ സപ്പോർട്ടും കൊടുക്കുക എന്നുള്ളതാണ് ഒരു മുഅ്മിനിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അത് പ്രത്യേകം മനസ്സിലാക്കുക. മുസ്ലിം സഹോദരനെ സ്നേഹിക്കുകയും തുടങ്ങിയിട്ടുള്ള എല്ലാ സഹകരണവും സഹായങ്ങളും കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഇബാദത്താണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. അബൂ ഹുറൈറ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സബ്അത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. തൻ്റെ തണൽ മാത്രമുള്ള ഒരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസമായിട്ട് തൻ്റെ തണൽ കൊടുക്കുന്ന 7 വിഭാഗക്കാരുണ്ട്. ഒരു ചാണകലത്തിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. ആകെ മനപ്രയാസത്തിലാണ്, ശാരീരികമായിട്ടുള്ള പ്രയാസത്തിലാണ്, തൻ്റെ ഹിസാബ് എന്താകുമെന്ന് അറിയാത്ത രൂപത്തിൽ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചാണകലയുള്ള സൂര്യനിൽ നിന്നും എല്ലാം കൊണ്ടും അവനക്ക് പ്രത്യേകമായിട്ടുള്ള സഹായ കൂട്ടിച്ചേർക്കൽ അള്ളാഹ് കൊടുക്കുമെന്ന് വിശുദ്ധമായ ഹദീസിൽ പറയാണ്. അള്ളാഹു അവൻ്റെ അർശിൻ്റെ തണൽ കൊടുക്കുന്ന 7 വിഭാഗക്കാരുണ്ട്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ ഒരു വിഭാഗക്കാരാണ് റജുലാനി തഹാബാ ഫില്ലാ ഇജ്തമാ അലൈഹി വതഫറഖ അലൈഹി. ഖിയാമത്ത് നാളിൻ്റെ ഈ സമയത്ത് അർശിൻ്റെ നിഴൽ ലഭിക്കുന്ന 7 വിഭാഗക്കാരിൽ 2 പേരുണ്ടത്രേ. ആ 2 പേര് അള്ളാഹുവിന് വേണ്ടിയിട്ട് പരസ്പരം സ്നേഹിച്ചവരാണ്. അള്ളാഹുവിന് വേണ്ടിയിട്ട് പരസ്പരം സ്നേഹിച്ച ആളുകളാണ്. അവർ സ്നേഹിച്ചത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്, അള്ളാഹിൻ്റെ വജീഹിന് വേണ്ടിയിട്ടാണ്. അവരൊരു കാര്യത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ, അവരുടെ സ്നേഹബന്ധം ഊഷ്മളമാക്കിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. സാമ്പത്തികമായിട്ടുള്ള ഒരു ഉദ്ദേശത്തിനോ മറ്റുള്ള ദുന്യവിയായിട്ടുള്ള ഭൗതികമായ ഒരു ഉദ്ദേശത്തിനോ വേണ്ടിയിട്ടല്ല. അവർ 2 പേരും വേർപിരിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ ബന്ധത്തെ അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവർ ദൂരേക്ക് അകന്നു മാറിയിട്ടുണ്ടെങ്കിൽ അതും അള്ളാഹുവിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പരസ്പരം അകമഴിഞ്ഞ് സ്നേഹിച്ച 2 പേരുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ വജീഹിലായതുകൊണ്ട് തന്നെ അള്ളാഹ് അവൻ്റെ അർശിൻ്റെ തണൽ കൊടുത്ത് ആദരിക്കുമെന്ന് ശഫീഉന ആശിഖുന്നാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇത്തരത്തിലുള്ള നല്ല ഒരു സുഹൃത്ത് വേണ്ടേ? അതുകൊണ്ട് തന്നെ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ മറ്റൊരു ഹദീസിലൂടെ പറയുന്നുണ്ട്, അൽ മുതഹാബൂന ഫിയ്യ. എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ അലാ മനാബിറ മിൻ നൂർ, പ്രകാശത്താൽ, വിശാലമായിട്ടുള്ള പ്രകാശത്താൽ സുന്ദരമായി വെട്ടിത്തിളങ്ങുന്ന മിമ്പറുകളുടെ മേലിലായിരിക്കും. അവർ ഉന്നതമായ സിംഹാസനങ്ങളിൽ ഇങ്ങനെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായിട്ടുള്ള സ്വർഗത്തിലുണ്ടായിരിക്കും. അവർ വിശുദ്ധമായ സ്വർഗത്തിൽ ഉന്നതമായ മിമ്പറിൻ്റെ മുകളിലായിരിക്കും. യഅബിതുഹുമുൻ നബിയ്യൂന വശുഹദാ. ഇവർക്ക് ലഭിക്കപ്പെട്ട ഈ സ്വർണത്തിൻ്റെയും വെള്ളിയുടേതുമായ മിന്നിത്തിളങ്ങുന്ന ഈ ഒരു സിംഹാസനം കണ്ടുകൊണ്ട് എന്തിനോളം പറയണം, നബിമാരും ശുഹദാക്കളും വരെ അസൂയപ്പെടുന്ന രൂപത്തിൽ, അവർ വരെ അത്ഭുതം കൊണ്ട് നോക്കി നിൽക്കുന്ന രൂപത്തിലായിരിക്കുമെന്ന് അള്ളാഹു തആല പറയുന്നുണ്ട്. അള്ളാഹിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നവർക്ക് ഇത്തരത്തിൽ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം അള്ളാഹു കൊടുക്കുന്നുണ്ട്. അത് പ്രത്യേകം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ നോട്ട് ചെയ്തു വെക്കണം. ഈ സ്നേഹം ഒരു സാധാരണ സ്നേഹമായിട്ട് കാണരുത്. അതിമഹത്തരമായ ആത്മീയമായ സ്ഥാനമാണ്. സ്വർഗത്തിൽ പ്രത്യേകമായിട്ടുള്ള ബഹുമാനം നൽകപ്പെടുന്ന സ്ഥാനമാണ്. വിശുദ്ധമായിട്ടുള്ള മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, മൻ അഹബ്ബ ലില്ലാഹ് വ അബ്അദ ലില്ലാഹ് വ അഅതാ ലില്ലാഹ് വ മനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. 4 കാര്യങ്ങളുണ്ടെങ്കിൽ അവൻ്റെ ഈമാൻ പൂർണ്ണമാണ് എന്ന് ശഫീഉന സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 കാര്യങ്ങൾ ഒരു മനുഷ്യനെ സമ്മേളിക്കുകയാണെങ്കിൽ അവൻ്റെ ഈമാൻ പരിപൂർണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒന്നാമത്തേതായിട്ട് പറയുന്നത്, ഒരുത്തൻ അവൻ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടു. ഈ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭൗതികമായ ഒരു ഉദ്ദേശമില്ല, സ്വർഗത്തിലേക്ക് എനിക്ക് എത്തിപ്പെടണം, അതിന് നല്ല ഒരു സുഹൃത്ത് വേണം
ഇങ്ങനെ കരുതിയിട്ട് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ സ്നേഹിച്ചാൽ അവനിൽ ഈമാൻ പരിപൂർണമായിട്ടുണ്ട്. മറ്റൊരു കാര്യം, രണ്ടാമത്തെ ഈമാനിനെ പരിപൂർണമാക്കുന്ന രണ്ടാമത്തെ കാര്യം വഅബഅദലില്ല, അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് അവൻ ദേഷ്യം വെച്ചിട്ടുള്ളത്, അവൻ വിരോധം വെച്ചിട്ടുള്ളത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. മാത്രമല്ല മൂന്നാമത്തത് വഅതാലില്ല, അവൻ അവൻ്റെ സമ്പത്തിനെയും സമ്പാദ്യത്തെയും അവൻ്റെ ജീവിതത്തെയും സമർപ്പിച്ചത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്, അള്ളാഹുവിൻ്റെ വജഹിന് വേണ്ടിയിട്ടാണ് അവനെല്ലാം സമർപ്പിച്ചത്. വമനഅലില്ല, അവനൊരു പ്രതിരോധം തീർത്തിട്ടുണ്ടെങ്കിൽ അതും അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. ഈ 4 കാര്യങ്ങൾ സമ്മേളിച്ച ഒരുത്തൻ ഫഖദിസ്തക്മലൽ ഈമാൻ, അവരിൽ ഈമാൻ പരിപൂർണമായിരിക്കുന്നു എന്ന് ഷഫീഉനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിലേക്ക് ഈമാൻ സമ്മേളിക്കണം. ഈമാനുള്ള ഒരു മനുഷ്യനാകുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായ മുഅ്മിനീങ്ങളാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നൊരു ഹദീസുണ്ട്, തുർമുദിയിലുള്ള ഹദീസാണ്. നബി തങ്ങൾ പറയുന്നുണ്ട്, ഇദാ അഹബ്ബ റജുലു അഖാഹു, ഒരു മനുഷ്യൻ തൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫൽയുഖ്ബിർഹു അന്നഹു യുഹിബ്ബുഹു, അവൻ തൻ്റെ സ്നേഹിതനോട് പറയട്ടെ താൻ അവനെ സ്നേഹിക്കുന്നു എന്നുണ്ട്. ആ വിഷയം അവനോട് അറിയിക്കണം. ഈ അറിയിക്കുക എന്ന് പറയുമ്പോൾ അത് നല്ല ബന്ധമായിട്ട് മാറും. ഹൃദയങ്ങൾ പരസ്പരം അടുക്കും. സമുദായത്തിൽ അങ്ങനെയാകുമ്പോഴാണ് ഐക്യമുണ്ടാകുന്നത്. അത് അവനോട് പറയണം, അന്നഹു യുഹിബ്ബുഹു, തനിക്ക് തന്നെ ഇഷ്ടമാണ്, തനിക്ക് അവനെ ഇഷ്ടമാണെന്നുള്ള വിവരം അവനോട് അറിയിക്കണം. ആ അറിയിക്കുമ്പോൾ അവർ തമ്മിൽ ഊഷ്മളമായ ബന്ധം വളരുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുദ്സിയായ മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമത്രേ, ഐനൽ മുതഹാബൂന ബിജലാലി, എൻ്റെ മഹത്വത്തിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവർ ഇന്നെവിടെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ വെച്ച് ചോദിക്കും. എന്നിട്ട് അല്ലാഹ് പറയുന്ന, അൽയൗമ ഉളില്ലുഹും ദില്ലി, ഇന്നത്തെ ദിവസം ഉളില്ലുഹും ഫീ ദില്ലി, ആ അത്തരക്കാർ എൻ്റെ മാർഗത്തിൽ എൻ്റെ ജലാലത്തിന് വേണ്ടിയിട്ട് എൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് പരസ്പരം സ്നേഹിച്ചവരുണ്ടല്ലോ, അവരെ ഞാൻ ഇന്ന് എൻ്റെ നിഴലിൽ പാർപ്പിക്കുമെന്ന് വിശുദ്ധമായ ഹദീസിലൂടെ, ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹ് പറയുന്നത്. ഇത്രക്കും മനോഹരമായിട്ട് സ്നേഹബന്ധത്തെ പഠിപ്പിക്കുന്നൊരു മതമേതാണുള്ളത്? പരസ്പരം സ്നേഹിക്കണം. ആ സ്നേഹിക്കുന്നത് പരസ്പരം പങ്കുവെക്കണം. പങ്കുവെക്കലിലൂടെ ഊഷ്മളമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുദ്സിയായ ഹദീസിലൂടെയൊക്കെ പറയണം. മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, ഈമാനിൻ്റെ മധുരം ലഭിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങളെന്ന് പറയുന്നത് അതിൽ ഈമാനിൻ്റെ മധുരമുണ്ട് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ ഈമാനിൻ്റെ മധുരം ലഭിക്കുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനെ മാത്രം, അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി മാത്രം ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുണ്ടെങ്കിൽ ആ ഒരുത്തർക്ക് ഈമാനിൻ്റെ മധുരം ലഭിച്ചിട്ടുണ്ടെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനിൻ്റെ മധുരമുള്ളത് അതിലാണ്, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ സ്നേഹിക്കുക. അതിലൊരു ഈമാനുണ്ട്. അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ നമുക്കറിയാം, ഭൗതികമായിട്ട് നമുക്ക് പല സഹായങ്ങളും പല ഭൗതികമായ നേട്ടങ്ങളും കിട്ടേണ്ടി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ആ സമയത്ത് പോയിട്ട് നമുക്കൊരു അത്യാവശ്യം വരുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തിനെ നമ്മൾ ആ സമയത്ത് മെസ്സേജ് അയക്കാം. ഒരു പൈസയുടെ ആവശ്യം വരികയാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മുൻകാല സുഹൃത്തുക്കൾ അല്ലെങ്കിൽ മുമ്പ് നമുക്ക് നല്ല അടുത്ത പരിചയമുള്ള ആളുകൾക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുകയാണ്, എടാ സുഖല്ലേ, റാത്തല്ലേ, എവിടെയാണ് ഇപ്പോൾ കാണാൻ കിട്ടുന്നില്ലല്ലോ, തുടങ്ങിയിട്ടുള്ള സൗഹാർദ്ദ സംഭാഷണം നടത്തുന്നു. എന്നിട്ട് നമ്മുടെ കാര്യം സാധിപ്പിക്കുകയാണ്. അതല്ലാതെ ഇതൊക്കെ നമ്മൾ അടുപ്പത്തിൽ അള്ളാഹിൻ്റെ വജഹിന് വേണ്ടിയിട്ടാകുമ്പോൾ ഇതൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് വേണ്ടി ചെയ്തു തരും. ഇതങ്ങനെയല്ല. നമ്മൾ ഭൗതികമായിട്ടുള്ള ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാകുമ്പോൾ ആ സ്നേഹം താൽക്കാലികമായിരിക്കും. അത് ഈ ഗണത്തിൽ, അർശിൻ്റെ തണൽ കിട്ടുന്ന ഗണത്തിൽ പെടാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലിങ്ങനെ ഓർത്തുകൊണ്ട് നടക്കണം. ഇത്തരത്തിലുള്ള സ്നേഹബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സഹകരണം ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കണം. ഖുദ്സിയായ മറ്റൊരു ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വജബത്ത് മഹബ്ബത്തി, എൻ്റെ സ്നേഹം നിർബന്ധമായിട്ട് ലഭിക്കും, എൻ്റെ സ്നേഹം നിർബന്ധമായി ലഭിക്കും. ഇങ്ങനെ നിർബന്ധമായി ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 4 വിഭാഗം ആളുകളെ അല്ലാഹ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തേത് ലിൽ മുതഹാബീന ഫിയ്യ, എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കാരണത്താൽ പരസ്പരം സ്നേഹിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് എൻ്റെ സ്നേഹം നിർബന്ധമായി ലഭിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ആളുകൾ പറയുന്നത്, രണ്ടാമത്തെ വിഭാഗക്കാരെ പറയുന്നത്, വൽ മുത്തജാലിസീന ഫിയ്യ, എൻ്റെ കാരണത്താൽ പരസ്പരം കൂടിയിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് എൻ്റെ സ്നേഹം നിർബന്ധമായിട്ട് ലഭിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ ആളുകൾ ആരാണെന്ന് പറയുമ്പോൾ അൽ മുതസാവിരീന ഫിയ്യ, എൻ്റെ കാരണത്താൽ പരസ്പരം ഇടയ്ക്കിടെ സന്ദർശിക്കുന്ന ആളുകൾ, എൻ്റെ കാരണത്താൽ എൻ്റെ മാർഗത്തിലായിട്ട് എൻ്റെ വജഹിന് വേണ്ടിയിട്ട് പരസ്പരം സന്ദർശിക്കുന്ന, ഇടയ്ക്കിടെ ബന്ധങ്ങൾ പുതുക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് എൻ്റെ സ്നേഹം നിർബന്ധമായി ലഭിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹ് പറയാണ്. നാലാമത്തെ ആളുകൾ എന്ന് പറയുന്നത്
വൽ മുതബാദിലീന ഫിയ, എൻ്റെ കാരണത്താൽ പരസ്പരം അകമഴിഞ്ഞ് സഹായിക്കുന്ന ആളുകൾ, എൻ്റെ വജഹിന് വേണ്ടിയിട്ട് പരസ്പരം സഹായിക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അള്ളാഹ് പറയാണ് എൻ്റെ വജഹിന് വേണ്ടിയിട്ട്. തിരിച്ച് അവൻ മറ്റൊരു ഉപകാരം തരുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടല്ല, എൻ്റെ വജഹിന് വേണ്ടിയിട്ട് പരസ്പരം സഹായിക്കുന്ന ആളുണ്ടല്ലോ, അവനിക്ക് എൻ്റെ സ്നേഹം നിർബന്ധമായിട്ട് ലഭിക്കുമെന്നോ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കാൻ പറ്റാൻ, അങ്ങനെയുള്ളൊരു സാധ്യത നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ 10 കാര്യങ്ങൾ ചെയ്താൽ മതി. ഒന്നാമത്തത്, നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക. നല്ല സുഹൃത്തുക്കളെ ആഹ്റത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുക. രണ്ടാമത്തത്, ആ ഒരു സുഹൃത്തായ സഹോദരനോട് ഇന്നി ഉഹിബ്ബുക ഫില്ലാ എന്ന് തുറന്നു പറയാം. എനിക്ക് അള്ളാഹുവിൻ്റെ വജഹിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് തുറന്നു പറയുക. മൂന്നാമത്തത്, ആ സുഹൃത്തിനെ ഇടയ്ക്കിടയ്ക്ക് അള്ളാഹുവിൻ്റെ വജഹിന് വേണ്ടിയിട്ട് സന്ദർശിക്കുക. ഇടയ്ക്കിടയ്ക്ക് ബന്ധം പുതുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇടയ്ക്കിടയ്ക്ക് സന്ദർശനങ്ങളൊക്കെ നടത്തുക. നാലാമത്തതായിട്ട്, നല്ല കാര്യങ്ങളിൽ ഈ സുഹൃത്തുക്കൾ തമ്മിൽ സഹായിക്കുക. നല്ല കാര്യങ്ങളിൽ സഹായിക്കുക. നമ്മുടെ സഹായങ്ങൾ ഗുണമുള്ളതിലും തഖ്വയുള്ളതിലും ആകണമെന്നല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഗുണമുള്ള നല്ല നല്ല കാര്യത്തിൽ പരസ്പരം സഹായിക്കുക. അഞ്ചാമത്തെ നല്ലൊരു ഉപദേശമെന്ന് പറയുന്നത്, ആ തെറ്റുകളെ നന്മയുടെ ഭാഗമായിട്ട് തെറ്റുകളാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഇത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തെ സ്നേഹിക്കാൻ സഹായിക്കും. തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകൾ അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അത് തെറ്റാണെന്ന് ഉപദേശിക്കുക. ആറാമത്തെ കാര്യം, പ്രത്യേകിച്ച് നമ്മുടെ ഒറ്റക്കുള്ള തനിച്ചുള്ള പ്രാർത്ഥനയിൽ ആ സുഹൃത്തുക്കളെ ഓർക്കുക, അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഏഴാമത്തെ കാര്യം, അവൻ്റെ പിന്നിൽ നിന്നും അവന് വേണ്ട എല്ലാവിധ സുരക്ഷിതത്വവും കൊടുക്കുക. അവൻ വല്ല പ്രയാസത്തിൽ പെടുന്ന സമയത്ത് അവനെ സംരക്ഷണമായിട്ട്, അവൻ്റെ കൂടെ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ ഒരു സംരക്ഷണ കവചമായിട്ട് പിറകിൽ നിന്ന് നമ്മൾ ആയിത്തീരണം. എട്ടാമത്തത്, അവനോടൊരിക്കലും ഒരു കാര്യത്തിലും അസൂയ തോന്നാൻ പാടില്ല. അവൻ ഉന്നതികൾ താണ്ടുമ്പോൾ, അവന് നേട്ടങ്ങൾ വരുമ്പോൾ, വിജയങ്ങൾ വരുമ്പോൾ ഒരിക്കലും അസൂയ ഉണ്ടാകാൻ പാടില്ല. ഒമ്പതാമത്തത്, അവന് സന്തോഷം വരുമ്പോൾ ആ സന്തോഷത്തിൽ നമ്മളും പങ്കാളികളാവുക. സഹോദരൻ്റെ സന്തോഷത്തിൽ നമ്മളും പങ്കാളികളാകുക. ആ സന്തോഷത്തിൽ പങ്കാളിയാകും അവർക്ക് പ്രത്യേക സന്തോഷം തോന്നും. പത്താമത്തത്, അവൻ്റെ ദുഃഖത്തിൽ നമ്മളും പങ്കാളിയാവുക. അവൻ സങ്കടപ്പെടുമ്പോൾ അവനെ ഒരു നിമിഷമെങ്കിലും സങ്കടം കിട്ടിയല്ലോ എന്നോർത്തുകൊണ്ട് സന്തോഷിക്കാൻ പാടില്ല. അവൻ്റെ ദുഃഖത്തിലും പങ്കാളിയാവുക. ഇങ്ങനെ ഈ 10 കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. ഈ 10 കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു പറഞ്ഞതുപോലെ തന്നെ അർശിൻ്റെ തണൽ ലഭിക്കുന്ന, സ്വർഗത്തിലെ പ്രകാശം കൊണ്ടുള്ള മിമ്പറിൽ സ്ഥാനം ലഭിക്കുന്ന ഒരു വലിയ പദവി നമുക്ക് കിട്ടും. അള്ളാഹു അത്തരത്തിലുള്ളൊരു പദവി നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.